എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നൊരു വർക്ക് സൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ സൈറ്റിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. നമുക്ക് റെഫറൻസ് ലൈൻ ലേക്കയിൽ നമ്മൾ പറയുകയാണെങ്കിൽ റെഫറൻസ് ലൈൻ എന്ന് പറയും. ടോപ്പ് കോണിലും സോക്കയിലൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ SO ലൈൻ എന്ന് പറയും. ഈ ഒരു മെത്തേഡ് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഡിഫറൻ്റ് ആയിരിക്കുന്നത്, ഇതിൻ്റെ അകത്തെ സെക്ഷൻ, ഇതിൻ്റെ അകത്തൊരു മെത്തേഡ് എങ്ങനെയാണ് ഡിഫറൻ്റ് ആയിരിക്കുന്നത് നമുക്ക് നോക്കാം. അതിനകത്ത് ആദ്യം നമ്മൾ ഇപ്പോൾ ഡയറക്റ്റ് നമ്മൾ SO ലൈനിലോട്ട് പോയി കാണിക്കുകയാണ്. നേരെ മെനുവിൽ പോവുക. മെനുവിൽ പോകുമ്പോൾ ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് SO ലൈൻ കൊടുക്കുക. ഈ SO ലൈൻ മീൻസ് റെഫറൻസ് ലൈനാണ് ലേക്കയിൽ വരുന്നത്. SO ലൈൻ ഓക്കെ കൊടുക്കുക. SO ലൈൻ ഓക്കെ കൊടുക്കുക. ഡിഫൈൻസ് ബേസ് ലൈൻ എന്ന് പറഞ്ഞ് രണ്ടാമത് കിടക്കുന്നത്, ആ ഡിഫൈൻ ബേസ് ലൈൻ കൊടുക്കുക. ബേസ് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിൻറ്റ് നമ്മളോട് ചോദിക്കും. ഫസ്റ്റ് പോയിൻറ്റ് ഏതാണ്, നമുക്ക് ഒന്നെങ്കിൽ ലോഡ് ചെയ്ത് ഇതിൻ്റെ അകത്ത് നേരെ നമ്മൾ ഓൾറെഡി സേവ്ഡ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് സേവ്ഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ് നമുക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഇതൊന്ന് കാണിക്കാം. ഇത് 75.1 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഇട്ടു. അതിൽ ഫസ്റ്റ് പോയിൻ്റ് അതിട്ടു, ഓക്കെ കൊടുത്തു. സെക്കൻഡ് പോയിൻ്റ് നമ്മൾ 75.2 ഇട്ടു, ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കിനും ഇതാണ് ഇതിൻ്റെ അകത്തെ ലെങ്ത് എന്ന് പറയുന്നത്. 6.643 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഈ ലെങ്ത് ആണോ അത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് ഈ പോയിൻറ്റും ലൈനും കാണും. ഈ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യുന്ന അതേ മെത്തേഡാണ് പോയിൻ്റ്. ആ പോയിൻ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലൈനിൻ്റെ എത്ര മുമ്പോട്ട് പുറകോട്ടും എല്ലാം വേണം, അല്ലെങ്കിൽ ഓഫ്സെറ്റ് എത്ര വേണം, അത് കൃത്യമായിട്ട് കൊടുക്കാനുള്ളതാണ്. ഇപ്പം ലൈനും ഓഫ്സെറ്റ് 0 കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഈ ഓഫ്സെറ്റ് 0 കൊടുത്തു. ഇപ്പോൾ കാണുന്നത് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ള, അതായത് നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യാനുള്ള കോർഡിനേറ്റാണ് ഈ വന്നിരിക്കുന്നത്. അതിന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് നമ്മൾ മെഷീൻ റൊട്ടേറ്റ് ചെയ്യുക. മെഷീൻ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ ആംഗിൾ കാണിക്കും 45 ഡിഗ്രി. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അത് 0 ആക്കുക. നമ്മൾ സെറ്റ് ചെയ്യുക. 0 ആക്കിയതിന് ശേഷം നമുക്ക് സെറ്റ് ഔട്ട് ചെയ്ത് മുമ്പോട്ട് പോകാം. ഇനിയിപ്പം ലേക്കയിലാണെങ്കിൽ ഈ SO ലൈൻ അല്ലെങ്കിൽ റെഫറൻസ് ലൈൻ പോകുന്നത് നേരെ ആപ്ലിക്കേഷൻസിൽ വരിക. ആപ്ലിക്കേഷനിൽ വരുമ്പം ഈ റെഫറൻസ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മൂന്നാമതൊരു പേജിൽ കണ്ടോ. ഒന്നെങ്കിൽ നമുക്ക് പേജ് മാറ്റി കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ റെഫറൻസ് ലൈനിലോട്ട് പോകാം. ഇതുണ്ടോ റെഫറൻസ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മൂന്നാമത് പേജുണ്ട്. അതിൽ ഈ ഒരു പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റെഫറൻസ് ലൈൻ റെഫറൻസ് ലൈൻ ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഫസ്റ്റ് സ്ക്രീൻ വരുന്നു. ഇതിനെപ്പറ്റി ഒരു ഡെഫിനിഷൻ പോലെ തരുന്നതാണ്. അത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് മെഷർ ഫസ്റ്റ് പോയിൻ്റ് ഏതാണോ ആ പോയിൻ്റ് നമുക്ക് സേവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പോയിൻ്റ് സേവ് ചെയ്തെടുക്കുക ലിസ്റ്റിൽ. ഇതിൻ്റെ അകത്ത് ഇപ്പം ജസ്റ്റ് വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പുതിയൊരു പോയിൻ്റിനെ കൊടുത്തേക്കാം. ഇപ്പോൾ 1 എന്ന് പറയുന്നൊരു പോയിൻ്റ് കൊടുത്തു. ആ പോയിൻറ്റിന് നമ്മൾ ഫൈൻഡ് കൊടുത്തു. ഇവിടെ നമ്മൾ ഈ ആരോയിൽ ഞെക്കിയിട്ട് ഈ താഴത്തെ ആരോയിലേക്ക് ഞെക്കിയിട്ട് ഫൈൻഡ് കൊടുക്കുന്നു. 1 എന്ന് പറയുന്നൊരു പോയിൻ്റ് സേവ് ആക്കി. ഇനിയിപ്പോൾ നമ്മളതൊന്ന് സേവ് ചെയ്യാത്തതുകൊണ്ടാണ് ഇതിൻ്റെ കോർഡിനേറ്റ് വയ്ക്കുന്നത്. 1 എന്ന് പറയുന്ന പോയിൻ്റ് കൊടുത്തു. പുതിയ കോർഡിനേറ്റ് കൊടുക്കാനായിട്ട് ഇപ്പം 1000 ഓക്കെ, ഇത് കണ്ടിന്യൂ കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് പോയിൻ്റ് ചോദിക്കും. ഇത് മെഷേർഡ് സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എഴുതി വന്നിട്ടുണ്ട്. ഈ മെഷേർഡ് സെക്കൻഡ് പോയിൻ്റാണ് ചോദിക്കുന്നത്. ഈ മെഷേർഡ് സെക്കൻഡ് പോയിൻറ്റിൻ്റെ അകത്ത് ഇനി നമ്മൾ സെക്കൻഡും ഇതുപോലെ തന്നെ ഫൈൻഡ് കൊടുക്കുക. ഫൈൻഡ് കൊടുത്തിട്ട് ന്യൂ കോർഡിനേറ്റ് അടിച്ചു കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേക്കിനും ഈ 2 പോയിൻറ്റുള്ള ലെങ്താണ് 424 പോയിൻറ്റ് സംതിങ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത്. ഇത് തമ്മിലുള്ള ലെങ്താണ്. ഇനിയിപ്പോൾ ഈ ലെങ്ത്തിൽ നമുക്ക് 0 പോയിൻ്റാണ് ഇത് നമുക്ക് പോയിൻ്റ് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സെറ്റ് ഔട്ടിൽ പോകാം. സെറ്റ് ഔട്ടിൽ പോയിട്ട് നമുക്ക് 0 പോയിൻറ്റിലോട്ട് മാർക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ലൈനിൽ എവിടെയെങ്കിലും നമുക്ക് ഒരു ഓഫ്സെറ്റോ എത്രയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ലൈനിൽ തന്നെ ഇടത്തോട്ടും വലത്തോട്ടും മാറി അടിക്കുക, അല്ലെങ്കിൽ ലൈനിൽ തന്നെ മാർക്ക് ചെയ്യുക, 0 മാർക്ക് ചെയ്യുക. ആ ലൈൻ്റെ ഏതെങ്കിലും ഒരു ലെങ്ത്തിൽ ഇപ്പം 424 ലെങ്ത് ഉണ്ടല്ലോ, ഒരു 10 മീറ്ററിൽ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മെഷറിൽ പോയിട്ട് അതിൽ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ജസ്റ്റ് അടിച്ച് നോക്കുക. നോക്കുമ്പോൾ ഈ പോയിൻ്റ് കാണാൻ പറ്റും. ഇതുണ്ട് ഈ ലെങ്ത്ത് കിടക്കുന്നത് ഇത്രയും ലെങ്ത്തിലാണ് കിടക്കുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത്ര ഓഫ്സെറ്റിൽ മാറിയാണ് കിടക്കുന്നത്. അത് 0 ആക്കി കൊടുക്കുക. ഇനി ഇതല്ല, നമ്മൾ നേരെ സെറ്റ് ഔട്ടിലോട്ടാണ് പോകുന്നതെങ്കിൽ സെറ്റ് ഔട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി അടിച്ചു കൊടുക്കാൻ പറ്റും. പോയിൻ്റ് ലൈൻ എത്രയാണ്, ലൈനിൽ എത്ര, ഒരു 10 മീറ്റർ ലൈനിൽ നമുക്ക് അടിക്കണം.
അല്ലെങ്കിൽ ഓഫ്സെറ്റ് എത്രയാണ്, ഒരു 5 മീറ്റർ ഓഫ്സെറ്റ് നമുക്ക് ചെയ്യണം. അത് നമ്മൾ അടിച്ചു കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ കിട്ടും. കണ്ടിന്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് മെഷീനിൽ ഇതായി കണ്ടില്ലേ, മെഷീൻ റൊട്ടേഷൻ ചെയ്യാനുള്ള ആംഗിൾ വരും. അതിൽ 0 വെച്ചിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് മെഷേർഡ് ലൈൻ പറഞ്ഞില്ലേ, ഈ മെഷേർഡ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈനിൽ തന്നെ മാർക്ക് ചെയ്ത് പറഞ്ഞില്ലേ, അതേ സെയിം മെത്തേഡാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ടോപ്പ് കോണിൽ കാണുന്നത്. ടോപ്പ് കോണിൽ നിലവിൽ എസ് ലൈനിൽ വന്നു കഴിഞ്ഞാൽ ഈ ലൈൻ എന്ന് പറഞ്ഞിട്ടില്ലേ, ഈ ലൈനിൽ നമുക്ക് ഓഫ്സെറ്റ് ഇപ്പോൾ 0 ആണെങ്കിൽ ആ ലൈനിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ 0 മാർക്ക് ചെയ്യാം. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, താങ്ക് യു.